Hello everyone. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ സെല്ലിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. So what is a solar cell? A solar cell is an electronic device that converts sunlight directly into electricity using photovoltaic energy. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി സോളാർ സെല്ലിനെ ഉപയോഗിക്കുന്നത്. ഈ സോളാർ സെല്ല് മെയിൻലി ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടിങ് ഡിവൈസ് ആയിട്ടുള്ള സിലിക്കണൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ പറയുന്ന സോളാർ സെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി DC സോഴ്സ് ആയിരിക്കും. അത് പിന്നീട് നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് AC ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ റെക്ടിഫയറും അങ്ങനത്തെ വേറെ കുറച്ച് കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമുക്ക് DC-നെ നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീടുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി സോളാർ സെൽ എന്ന് പറയുന്നത് ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് സൺലൈറ്റ് ഇൻടു ഇലക്ട്രിസിറ്റി. സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ സോളാർ സെൽ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെമി കണ്ടക്ടിങ് ഡിവൈസ് ആയിട്ടുള്ള സിലിക്കൺ ഉപയോഗിച്ചിട്ടുണ്ട്. So the component that convert sunlight directly into electricity is called solar cell, and it is mainly made up of silicon. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിൻലി സോളാർ സെൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. When photon strikes the silicon crystal, they gives energy to the electrons in the material and make them move. The movement of electrons is called electricity. Therefore, if we can free the electrons using photons and guide their movement through a circuit, we can produce the electricity. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോൺസ് ഉദ്ദേശിക്കുന്നത് സൺലൈറ്റിനെ തന്നെയാണ്. ഈ സൺലൈറ്റ് നമ്മുടെ സോളാർ പാനലിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആ ഹിറ്റ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഫോട്ടോൺസിൻ്റെ എനർജി നമ്മുടെ സെമി കണ്ടക്ടിങ് ഡിവൈസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടിങ് ഡിവൈസ് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫോട്ടോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളാർ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ ടൈനി എനർജി പാക്കറ്റ്സ് ഓഫ് സോളാർ എനർജീനെയാണ് നമ്മൾ ഫോട്ടോൺസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഈ ഫോട്ടോൺസ് നമ്മുടെ സോളാർ സെല്ലിലെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്തിട്ട് ആ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇൻ സോളാർ പാനൽസ് സിലിക്കൺ is used in its pure form. Silica is processed to obtain pure silicon which is formed into crystal. നമ്മൾ സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്ന സിലിക്കൺ എന്ന് പറയുന്നത് സിലിക്കൺ പ്യുവർ ഫോം ആണ്. അങ്ങനെ സിലിക്കൺ ഡയോക്സൈഡിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പ്യുവറസ്റ്റ് ഫോം ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് സിലിക്കൺ ക്രിസ്റ്റൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സിലിക്കൺ ക്രിസ്റ്റലിനെ അറേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ സോളാർ പാനൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. ആ സോളാർ പാനൽസ് ഡിഫറെൻറ്റ് സീരീസ് ആയിട്ടോ പാരലായിട്ടോ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഫോട്ടോൺസ് നമ്മുടെ ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോൺസിൻ്റെ എനർജി ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. ഓക്കെ, ആ ഒരു എഫക്റ്റിനെ പറയുന്നതാണ് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സോളാർ സെൽ കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സെല്ല് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ആ പ്രോസസ്സിനെ പറയുന്ന അല്ലെങ്കിൽ ആ എഫക്റ്റിനെ പറയുന്നതാണ് എന്ത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ സോളാർ സെൽ light made up of tiny energy packets called photons. When a photon hits the semiconducting material such as silicon, it
it can transfer its energy to an electrode inside the atom. If the photon has enough energy, the electrons become free and start to move, and moving electrons form electric current. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സോളാർ സെല്ലിൽ ഫോട്ടോൺസ് അല്ലെങ്കിൽ സൺലൈറ്റ് വന്ന് പതിക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺസിന് ഫോട്ടോൺസിന് ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഇലക്ട്രോൺസിന് കൊടുത്ത് ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നു. ഈ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് പിന്നീട് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് നമ്മൾക്കറിയാം മില്യൺസ് ഓഫ് ഫോട്ടോൺസ് ആണ് അറ്റ് എ ടൈം സോളാർ പാനലിൽ വന്ന് വീഴുന്നത്. സൺലൈറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് സോളാർ പാനൽ കൊണ്ടുവയ്ക്കുമ്പോൾ മില്യൺസ് ഓഫ് ഫോട്ടോൺസ് ആണ് അറ്റ് എ ടൈം നമ്മൾ സോളാർ പാനൽസിൽ വന്ന് തട്ടുന്നത്. അപ്പോൾ ആ ഒരു എനർജി നമ്മൾ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരുന്നതിലൂടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സിലിക്കൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോളാർ പാനൽസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. സിലിക്കണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെമി കണ്ടക്റ്റിംഗ് ഡിവൈസാണ്. ആൻഡ് അതിൻ്റെ വാലൻസ് ഇതാണ് ഒരു സിലിക്കണിൻ്റെ നമ്മുടെ ഇലക്ട്രോൺസ് എങ്ങനെ ഓരോ ഷെല്ലിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഫിഗറാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, പിന്നെ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു 4 ഇലക്ട്രോൺസും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ഫോമിലോട്ട് മാറും. പക്ഷെ ഇവിടെ 4 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ നോർമലി സിലിക്കൺ ക്രിസ്റ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 4 ഇലക്ട്രോൺ അടുത്തുള്ള 4 ഇലക്ട്രോൺസ് ആയിട്ട് ഷെയർ ചെയ്ത് സിലിക്കൺ തന്നെ അടുത്ത 4 ഇലക്ട്രോൺസ് ആയിട്ട് ഷെയർ ചെയ്തിട്ട് ആണ് ഒരു കോവാലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി സ്റ്റേബിൾ ആണ്. അപ്പോൾ സിലിക്കൺ ഒരു ക്രിസ്റ്റലിൽ ഇതാണ് ഒരു സിലിക്കൺ ക്രിസ്റ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് സിലിക്കൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ഫോമിലേക്ക് ആയിട്ട് നിൽക്കും. അതാണ് ഒരു സിലിക്കൺ ക്രിസ്റ്റൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4 വാലൻസ് ഇലക്ട്രോൺ തൊട്ടടുത്തുള്ള സിലിക്കണിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് ഒരു കോവാലന്റ് ബോണ്ടിങ്ങിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ്. ഓക്കെ, സിലിക്കൺ ഹാസ് 4 ഇലക്ട്രോൺ ഔട്ട് ഓഫ് ടോട്ടൽ 14 electrons arranged as 2, 8, 4. The outer 4 electrons are called valence electrons. പുറത്തുള്ള ഇലക്ട്രോൺസിന് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. അവിടെ ഇപ്പോൾ നമ്മുടെ സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെ സെൻറ്ററിലുള്ള പോർഷനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും, പ്രോട്ടോൺസ് ഉണ്ടാവും. അതിൽ തന്നെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വൽ ആകുമ്പോഴാണ് അതൊരു സ്റ്റേബിളായിട്ട് നിൽക്കുക. ഇതിപ്പോൾ ഇലക്ട്രോൺസ് അധികമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജും, പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറയുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് അത് ക്യാരി ചെയ്യും. അപ്പോൾ സിലിക്കൺ ക്രിസ്റ്റലിൽ നമ്മുടെ സിലിക്കൺ സ്റ്റേബിളായിട്ടുള്ള ഒരു ഫോമിലായിരിക്കും ഉണ്ടാകും. In this pure form, the silicon atom is stable and the photons alone cannot easily remove the electrons from the silicon atom. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഫോട്ടോൺസ് നമ്മുടെ ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്തിട്ട് ആ എനർജി നമ്മുടെ ഇലക്ട്രോണിന് ക്യാരി ചെയ്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുള്ളൂ. പക്ഷേ പ്യുവറസ്റ്റ് ഫോം ഓഫ് സിലിക്കൺ, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിൽ സിലിക്കണ് ഫോട്ടോൺസ് വന്ന് ഹിറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനായിട്ടൊന്നും പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പിംഗ് നമുക്കുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഡോപ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡെലിബറേറ്റ്ലി ആഡിങ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി atoms called dopants into pure silicon. This changes its electrical conductivity and
മേക്സ് ഇറ്റ് ഐദർ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മുടെ സിലിക്കൺ ആറ്റം ക്രിസ്റ്റലിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ബാക്കിയുള്ള സിലിക്കൺസ് ആയിട്ട് ഷെയറിങ്ങിൽ വന്നിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പ്യുവറസ്റ്റ് ഒരു കോവാലന്റ് ബോണ്ട് ക്രിയേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് നമ്മുടെ ഫോട്ടോൺസ് ഹിറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ, അതായത് ഇലക്ട്രോൺസിന് മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോസസ്സ് കൊണ്ടുവരും. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുക. ഇപ്പോൾ സിലിക്കണിൻ്റെ ക്രിസ്റ്റലിലേക്ക് നമ്മൾ ബോറോണോ അല്ലെങ്കിൽ ഫോസ്ഫറസോ അങ്ങനെ മറ്റേതെങ്കിലും ആറ്റം കൊണ്ട് നിക്ഷേപിക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ഡോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെലിബറേറ്റ്ലി ആഡിങ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി ആറ്റംസ് കോൾഡ് ഡോപ്പൻസ് ഇൻ ടു ദ പ്യുവർ സിലിക്കൺ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ട രീതിക്ക് അതിനെ അറേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഡോപ്പിംഗ് ഉണ്ട്. ഒന്ന് എൻ ടൈപ്പ്, ഒന്ന് പി ടൈപ്പ്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യാൻ ആയിട്ടാണ് എൻ ടൈപ്പ് ഉണ്ടാവുക. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹോളാണ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടു മേക്ക് എൻ ടൈപ്പ് സിലിക്കൺ, phosphorus is added. Phosphorus has 15 electrons arranged as 2, 8, 5. So it has 5 electrons. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോസ്ഫറസിന് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. 5 ഇലക്ട്രോൺ. ഇപ്പോൾ നമ്മൾ സിലിക്കൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 4 ഇലക്ട്രോൺ ഉള്ളൂ. പക്ഷേ ഫോസ്ഫറസിന് ഇതേപോലെ തന്നെ 5 ഇലക്ട്രോൺ ആണ് നമ്മുടെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ഫോസ്ഫറസ് തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ക്രിസ്റ്റലായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. പക്ഷേ ഫോസ്ഫറസിന് 5 ആറ്റം ഉണ്ട് അതിന് ചുറ്റും. അപ്പോൾ ഒരാറ്റം അവിടെ ബോണ്ടൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി അവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ക്രിസ്റ്റലിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അതിന് ഫോം ചെയ്യണം. ഓക്കെ, ബിക്കോസ് ഇലക്ട്രോൺ ക്യാരി എ നെഗറ്റീവ് ചാർജ്, ദിസ് റീജിയൻ ബിക്കം നെഗറ്റീവ്ലി ബയാസ്ഡ് ആൻഡ് ഇസ് കോൾഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അതിനകത്ത് എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ നെഗറ്റീവ്ലി ബയാസ്ഡ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് അകത്ത് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അതിനകത്ത് നമ്മുടെ ക്രിസ്റ്റലിനകത്ത് ഫോം ചെയ്യും. This extra electron can be easily moved by the photons. However, the electrons alone are not enough for the continuous current flow. We also need a region that contains holes to attract these electrons. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഫോട്ടോൺസ് അല്ലെങ്കിൽ സൺലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് മൂവ്മെൻറ്റ് കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ എല്ലാ ഇലക്ട്രോൺസിനും മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോട്ടോൺസിന് സാധിക്കില്ല. അതിന് ഇതുപോലത്തെ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇലക്ട്രോണിലേക്ക് നമ്മൾ ഫോട്ടോണിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ദ എക്സ്ട്രാ ഇലക്ട്രോൺ ക്യാൻ ബി മൂവ്ഡ് ഈസിലി ബൈ ദ ഫോട്ടോൺസ്. അപ്പോൾ ഈ പറയുന്ന ഫോട്ടോൺസിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എക്സ്ട്രാ വന്ന ഇലക്ട്രോണിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഒറ്റ അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ മാത്രം കൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഡോപ്പിംഗ് കൂടി നടത്തും. അതാണ് പി ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ പി ടൈപ്പ് ബാൻഡ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ടു മേക്ക് പി ടൈപ്പ് ബോറോൺ ഈസ് ആഡഡ്. നമ്മൾ അവിടെ ആക്ച്വലി ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ പി ടൈപ്പിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഹോൾസ് ആണ് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് ഹോൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോറോൺ അല്ലെങ്കിൽ 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ഒരു ഇംപ്യൂരിറ്റിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോറോണിന്
5 ഇലക്ട്രോൺ ആണ് ആകെ ഉള്ളത്. 2 ഇന്നർ ഷെല്ലും 3 ഔട്ടർ ഷെല്ലും. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ ആകെ 3 ഉണ്ട്. അപ്പോൾ 3 തൊട്ടടുത്തുള്ള സിലിക്കണിൻ്റെ 3 ആറ്റമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും. പക്ഷെ ഒരു സിലിക്കണിൻ്റെ ആറ്റം മാത്രം, തൊട്ടടുത്തുള്ള ആറ്റത്തിന് മാത്രം ബോണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തുണ്ടാവും, അവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് നേരത്തെ ഒരു ഇലക്ട്രോൺ വന്നതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ബോണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോളാണ് ക്രിയേറ്റ് ചെയ്യുക. ടു മേക്ക് പി ടൈപ്പ് സിലിക്കൺ, boron is added. Boron has 5 electrons in total with 3 valence electrons. When boron is placed in the silicon crystal, it forms bond with the 3 neighboring silicon atoms. One bond remains incomplete, creating a hole. അപ്പോൾ ഈ 3 നമ്മുടെ സിലിക്കൺ ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയും ലാസ്റ്റ് അതിൻ്റെ ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ വരികയും ചെയ്യും. ഇവിടെ പോസിറ്റീവ്ലി, അതായത് ഹോളാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഹോളാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പോസിറ്റീവ്ലി ബയാസ്ഡ് അല്ലെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയൽ എന്നാണ് ഈ പറയുന്ന ഏരിയ നമുക്ക് പറയും. ഹോൾസ് ആക്ട് ലൈക്ക് എംപ്റ്റി സ്പേസ് ദാറ്റ് ആർ ഓൾവേസ് റെഡി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സിലിക്കൺ ഇപ്പോൾ ഒരു ആറ്റം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആറ്റം ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോൺ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാനായിട്ട് അത് എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ എംപ്റ്റി സ്പേസ് എപ്പോഴും ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. When an electron moves to fill hole, another hole is created behind it, giving the effect that hole is moved. നമുക്കറിയാം, ഇതുപോലെ ഒരു ക്രിസ്റ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സിലിക്കണും ഒരുപാട് ബോറോണും ഉള്ളൊരവസ്ഥ എടുക്കുകയാണെങ്കിൽ ഓരോ ബോറോണുള്ള സ്ഥലത്തും സിലിക്കണിൻ്റെ ഏരിയയിൽ ഹോള് ക്രിയേറ്റ് ഉണ്ടാവും. അപ്പോൾ എന്താവും, തൊട്ടടുത്തുള്ള ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഈ പറയുന്ന ഹോളിലേക്ക് വരാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താവും, നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഓരോ വട്ടം ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ആ ഹോള് ഫില്ല് ചെയ്യുമ്പോൾ വേറൊരു ഹോള് അതേപോലെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു ഹോള് ഫില്ലാക്കാൻ വേണ്ടി ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോൾ മറ്റൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോള് ഇതേപോലെ മൂവ് ചെയ്യുന്നതോടെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 2 ടൈപ്പ്, പി ടൈപ്പും എൻ ടൈപ്പും ഒന്നിച്ച് ചേർത്ത് ജോയിൻ ചെയ്ത് ഒരു സാൻഡ്വിച്ച് ഫോമിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ആക്ച്വലി ഒരു സോളാർ സെല്ലിൻ്റെ ആക്ച്വൽ ആയിട്ട് ഉള്ള ഒരു രൂപം. അതായത് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ വരുക. അതാണ് ആക്ച്വലി നമ്മുടെ സോളാർ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ താഴെ കാണുന്ന ഭാഗമാണ് നമ്മുടെ പി ടൈപ്പ്, മുകളിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ എൻ ടൈപ്പ്. അപ്പോൾ ഇത്തരത്തിൽ പി ടൈപ്പും എൻ ടൈപ്പും സാൻഡ്വിച്ച് ചെയ്ത അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഫോമാണ് ആക്ച്വലി നമ്മുടെ സോളാർ പാനലിൻ്റെ ഒരു സ്ട്രക്ചർ. സോളാർ പാനലിൻ്റെ സ്ട്രക്ചറിൽ എപ്പോഴും എൻ ടൈപ്പ് മുകളിലും പി ടൈപ്പ് താഴെയായിരിക്കും. ഇവിടെ നമുക്ക് ഈ പച്ച നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് എൻ ടൈപ്പ്, അതുപോലെ റെഡ് നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ പി ടൈപ്പ്. ഈ പി ടൈപ്പിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കുറേ ഹോൾസൊക്കെ ഇതുപോലത്തെ ഹോൾസൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഹോൾസ് ആക്ച്വലി ഇതാണ് ഒരു ക്രിസ്റ്റല്. അപ്പോൾ ഈ ഹോൾസ് ഇതുപോലെ കുറേ സ്ഥലത്തായിട്ട് ഹോൾസ് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ എൻ ടൈപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും ഇലക്ട്രോൺസ് നമ്മുടെ ഷെയറിങ്ങിൽ നിന്ന് ബാക്കി വന്നിട്ടില്ല. അപ്പോൾ ഫോസ്ഫറസ് ആണ് നമ്മൾ ഇവിടെ ഡോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷെയറിങ്ങിൽ ബാക്കി വന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഇതുപോലെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഈ എൻ ടൈപ്പിൽ പി ടൈപ്പിലാണെങ്കിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ എൻ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ്ലി ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അധികമായിട്ട് വരുന്ന ഏരിയയും
പി ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടൈപ്പ്, അവിടെ ഹോൾസ് അധികമായിട്ട് വരുന്ന ഒരു റീജിയനാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഈ ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺലൈറ്റ് നമ്മുടെ ഈ പറയുന്ന പോലെ ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന് ഒരു മൂവ്മെന്റ് കിട്ടും. ഈ മൂവ്മെന്റിന് ആണ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ ചുമ്മാ നടക്കുകയല്ല, അവിടെ അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഡോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോപ്പിംഗ് ത്രൂ നമ്മൾ പി ടൈപ്പും എൻ ടൈപ്പും ക്രിയേറ്റ് ചെയ്യും. പി ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഹോൾസ് വരുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഇംപ്യൂരിറ്റി നമ്മുടെ സിലിക്കൺ ക്രിസ്റ്റലിലോട്ട് ആഡ് ചെയ്യും. ഈ കേസിൽ നമ്മൾ ബോറോൺ ആണ് പറയുന്നത്. ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. സോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ 4 നമ്മുടെ 3 സിലിക്കൺ ആറ്റമായിട്ട് അത് ഷെയർ ചെയ്യുമെങ്കിലും ഒരു സിലിക്കൺ ആറ്റം അപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ആവും. മറ്റേ എൻ ടൈപ്പിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫോസ്ഫറസ് ആയിട്ടാണ് നമ്മുടെ സിലിക്കൺ ആറ്റം ഡോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോപ്പ് ചെയ്യുമ്പോൾ എന്താ എക്സ്ട്രാ ആയിട്ട് ഇലക്ട്രോൺസ് ആണ് ആ ഒരു റീജിയനിൽ ഉണ്ടാകും. ഈ തരത്തിൽ പി ടൈപ്പും എൻ ടൈപ്പും സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ സോളാർ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സോളാർ സെല്ലിൽ നിന്ന് ഫസ്റ്റ് ഫിഗർ നോക്കിക്കണ്ടോ, അതുപോലെ ഒരു സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആക്ച്വലി സോളാർ പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കി മനസ്സിലാവും, എൻ ടൈപ്പാണ് മുകളിലുള്ളത്, താഴെയാണ് പി ടൈപ്പ്, അതിനിടയ്ക്ക് ഒരു ജംഗ്ഷൻ കാണും. ഈ രണ്ടും ഈ പി ടൈപ്പും എൻ ടൈപ്പും കൂടി ചേർത്തി ആണ് നമ്മുടെ സോളാർ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഇവിടെ നമുക്ക് നോക്കി കാണും ഫോട്ടോൺസ് അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മുടെ ജംഗ്ഷനിൽ ഹിറ്റ് ചെയ്യുന്നതായിട്ടും അവിടെ നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോ വരുന്നതായിട്ടും നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ ടൈപ്പും പി ടൈപ്പും നമ്മൾ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു സോളാർ പാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എൻ ടൈപ്പിലാണെങ്കിൽ നെഗറ്റീവ്ലി ബയാസ്ഡ്, അതായത് ഇലക്ട്രോൺസ് എക്സ്ട്രാ വരുന്ന പോലെയും, പി ടൈപ്പ് ആണെങ്കിൽ പോസിറ്റീവ്ലി ബയാസ്ഡ്, അതായത് ഇലക്ട്രോൺസ് കുറവുള്ള മേഖല, ഹോൾസ് എക്സ്ട്രാ ആയിട്ട് വരുന്ന പോലെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പി ടൈപ്പ് നമ്മൾ ബോറോൺ വെച്ച് നമ്മുടെ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് ബോറോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ്റം മാത്രം ഷെയർ ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ അവിടെ ഹോള് ക്രിയേറ്റ് ആവും. അതിനെയാണ് നമ്മൾ പി ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നത്. എൻ ടൈപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുന്ന മാതിരി ആയിരിക്കും അതിനെ ഡോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഫോസ്ഫറസ് എടുക്കുകയാണെങ്കിൽ അവിടെ 5 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ളത്. സോ നമുക്കറിയാം സിലിക്കണിനാണെങ്കിൽ 4 വാലൻസ് ഉള്ളൂ. അപ്പോൾ 4 തമ്മിൽ ഷെയർ ചെയ്യും. പക്ഷേ 5ാമത്തെ ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് വരും. ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് പിന്നീട് നമ്മൾ മൂവ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. സോ പി ടൈപ്പും എൻ ടൈപ്പും സാൻഡ്വിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ സോളാർ സെല്ല് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ സാൻഡ്വിച്ച് ചെയ്തു. ഇനി അറ്റ് ദ ജംഗ്ഷൻ, അതായത് അറ്റ് ദ ജംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇതാണ് പിയും എന്നും തമ്മിൽ നമ്മുടെ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗം. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. അതായത് നമ്മുടെ പി ടൈപ്പും എൻ ടൈപ്പാണ് മുകളിലുള്ളത്, പി ടൈപ്പാണ് താഴെയുള്ളത്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോർഡർ ഉണ്ടാവുമല്ലോ. ആ ബോർഡറിൽ കുറച്ച് കാര്യങ്ങൾ നടക്കും. ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. At the junction, electrons from the n-type side are attracted towards the holes in the p-type. As a result, the electrons begin to move across the boundary and fills the hole in the near junction. അതായത് നമുക്കറിയാം എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ഒരു ഹോള് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതേസമയം പി ടൈപ്പിൽ
കുറേ ഹോൾസ് ഉണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഇലക്ട്രോൺസിനെ കിട്ടിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ എൻ ടൈപ്പിലെ ഇലക്ട്രോൺസ് പി ടൈപ്പിലത്തെ ഹോൾസ് ആയിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ പറയുന്ന പി ടൈപ്പിലേക്ക് ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ നിന്ന് വരും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദ ഇലക്ട്രോൺസ് ഫ്രം ദ എൻ ടൈപ്പ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ ഹോൾസ് ഇൻ ദ പി ടൈപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. As a result, the electrons begin to move across the boundary and fill the holes near the junction. നമുക്ക് അറിയുന്ന പോലെ തന്നെ എൻ ടൈപ്പിലത്തെ ഇലക്ട്രോൺസ് പി ടൈപ്പിൽ ബോർഡറിൻ്റെ അവിടെ ഉണ്ടാവുന്ന ഹോൾസ് ഒക്കെ ഫിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ദിസ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് എ റീജിയൻ വെർ ദ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ക്യാൻസൽ ഈച്ച് അതർ. ദിസ് ഏരിയ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എൻ ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ബോർഡറിലുള്ള പി ടൈപ്പിലെ ഹോൾസായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ആ ഇലക്ട്രോൺസ് ഈ ഹോൾസായിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്ത് ഈ ബോർഡറിൽ എല്ലാ ഹോൾസും ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്ലീറ്റഡ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫർദറായിട്ട് പിന്നീട് യാതൊരു ഫ്രീ ആയിട്ടുള്ള ചാർജും ഇല്ലാത്തൊരു അവസ്ഥ. ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. ഇൻ ദിസ് ഡിപ്ലീഷൻ റീജിയൻ there are no free electrons or holes available for the conduction, so it acts as a barrier. This forms what is known as p-n junction and is usually a very thin layer. അതായത് നമ്മുടെ പി ടൈപ്പിലത്തെ ബോർഡറിലേക്ക് നമ്മുടെ എൻ ടൈപ്പിൻ്റെ ഇലക്ട്രോൺസ് വന്ന് നിറഞ്ഞിട്ട് പിന്നീട് ഫർദറായിട്ട് മൂവ്മെൻറ്റ് നടക്കാത്തൊരവസ്ഥയിൽ, അതായത് ഇവിടെ ഓൾറെഡി നമ്മുടെ എൻ ടൈപ്പിലത്തെ ഇലക്ട്രോൺസ് പി ടൈപ്പിലത്തെ ബോർഡറിലത്തെ ഹോളായിട്ട് അട്രാക്ട് ചെയ്തിട്ട് അവിടുത്തെ ഹോൾസൊക്കെ ഫിൽ ചെയ്യും. അങ്ങനെ ഫിൽ ചെയ്തിട്ട് ഉണ്ടാവുന്ന റീജിയനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കും. യൂഷ്വലി നമ്മൾ ഒരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുക. Okay, as electrons from the n type move towards the p type side, the number of electrons remaining on the n side decreases. ഇങ്ങനെ നമ്മുടെ n സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് പി സൈഡിലേക്ക് പോകും തോറും നമ്മുടെ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങും. അതായത് നമ്മുടെ ഇലക്ട്രോൺസ് എൻ ടൈപ്പിലെ ഏറ്റവും കൂടുതലുള്ളത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ പി ടൈപ്പിൽ നിന്നുള്ള അട്രാക്ഷൻ കാരണം ഇലക്ട്രോൺസ് കൂടുതൽ പി ടൈപ്പിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയും എൻ ടൈപ്പിൽ ഫർദർ ഇലക്ട്രോൺസിൻ്റെ ഒരു അളവിൽ കുറവ് വരികയും ചെയ്യും. ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്, ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് ലീവ്സ് ബിഹൈൻഡ് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് നിയർ ദ ജംഗ്ഷൻ ഓൺ ദ എൻ സൈഡ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എൻ സൈഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് പി സൈഡിലോട്ട് പോകുമ്പോൾ എൻ സൈഡിൽ ഇലക്ട്രോൺസിൻ്റെ കുറവ് വരും. അതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ ജംഗ്ഷൻ്റെ അവിടെ. അപ്പോൾ എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് കുറയുന്നത് മൂലം നമ്മുടെ ജംഗ്ഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ നമുക്കറിയാം ഈ പി ടൈപ്പിലേക്ക് ഇലക്ട്രോൺസ് വന്ന് നിറയുകയാണ്. അപ്പോൾ നിറയുമ്പോൾ ഈ നമ്മുടെ എൻ ടൈപ്പിലേക്ക് ഇലക്ട്രോൺസ് നിറയുന്നത് മൂലം ആ ഒരു റീജിയനിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഹൈ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഇലക്ട്രോൺസ് ഉള്ള പോർഷൻ എപ്പോഴും നെഗറ്റീവും ഇലക്ട്രോൺസ് കുറവുള്ള പോർഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പി ടൈപ്പിൽ നമ്മുടെ ഇലക്ട്രോൺസ് നിറയുന്നത് മൂലം കൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജും, അതുപോലെ എൻ ടൈപ്പിലെ ഇലക്ട്രോൺസ് പോകുന്ന കാരണം അവിടെ ഒരു പോസിറ്റീവ് region created. Thus, a region with positive charge on n side and negative charge on the p side is formed. ഇപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പി സൈഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും അതുപോലെ എൻ സൈഡിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് ക്രിയേറ്റ് ആയി.
ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഒരു ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നത്. ഒരു ഇന്റേർണലി ഒരു ലോക്കൽ ജംഗ്ഷൻ അക്രോസ് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനൊരു ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവുകയാണ്. At the boundary of the PN junction, a local electric field is created. This electric field prevents more electrons from the N-type side from crossing into the P-type side. Even though there are many holes available in the P-type region, the electric field pushes the electrons back and does not allow them to move towards the P side easily. അതായത് നമുക്കറിയാം, ഈ പറയുന്ന പി ടൈപ്പിൽ കുറേ ഹോൾസ് ഇപ്പോഴും ഉണ്ട്. താഴ്ഭാഗത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും കുറേ ഹോൾസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ഈ എൻ ടൈപ്പിന്ന് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും എൻ ടൈപ്പിന്ന് ഒരിക്കലും പി ടൈപ്പിലോട്ട് ഇലക്ട്രോൺസ് വരില്ല. അത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ബാരിയർ ആയിട്ട് ക്രിയേറ്റ് ആവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് എപ്പോഴും ഇലക്ട്രോൺസ് ഒഴുകുക. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പി ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് എൻ ടൈപ്പിലോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഒരിക്കലും എൻ ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസ് പി ടൈപ്പിലോട്ട് മൂവ് ചെയ്യില്ല. കാരണം പോസിറ്റീവ് ഏരിയയിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവ് ഏരിയയിലോട്ട് നമ്മുടെ ഇലക്ട്രോൺസ് കടക്കില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ടാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എപ്പോഴും സംഭവിക്കും. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ പി ടൈപ്പിൽ നെഗറ്റീവും എൻ ടൈപ്പിൽ പോസിറ്റീവാണ്. സോ പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലോട്ട് ഒരു ഫ്ലോ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലോട്ട് ഒരു ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലോട്ട് ഇലക്ട്രിക് ഫീൽഡ്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരിക്കലും ഇലക്ട്രോൺസ് മൂവ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ പി ടൈപ്പിൽ നമ്മുടെ ഇലക്ട്രോൺസ് എൻ ടൈപ്പിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈവൻ ദോ ദർ ആർ മെനി ഹോൾസ് അവൈലബിൾ ഇൻ ദ പി ടൈപ്പ് റീജിയൻ, ദ ഇലക്ട്രിക് ഫീൽഡ് പുഷസ് electrons back and does not allow them to move to the p side. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എൻ ടൈപ്പിൽ നിന്ന് നമ്മുടെ പി ടൈപ്പിലോട്ട് ഇലക്ട്രോൺസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും മൂവ് ചെയ്യില്ല. However, the electron can still move from the p type side to n type. p ടൈപ്പിൽ നിന്ന് n ടൈപ്പിലോട്ട് പക്ഷെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, because the direction of electric field support this movement. In this way, p-n junction act like a one-way gate. അതായത് നമുക്കറിയാം ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം കറണ്ട് ഫ്ലോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയോഡ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മുടെ പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലോട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ പോസിബിൾ ആണ്. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ആണ്. പക്ഷെ എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലോട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അതിന് കാരണം ഇവിടെ നിൽക്കുന്ന ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, സോ നമ്മുടെ സോളാർ പാനൽ ഈ ഒരു റീജിയനിൽ ഡയോഡായിട്ട് ആക്ട് ചെയ്യും. ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഇസ് മെയിൻലി അലൗഡ് ഓൺലി ഫ്രം പി സൈഡ് ടു ദ എൻ സൈഡ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഫോംഡ് അറ്റ് ദ ജംഗ്ഷൻ. സോ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ മാത്രമാണ് പോസിബിൾ? നമ്മുടെ പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലോട്ട് മാത്രമാണ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമായിട്ടുള്ളത്. A solar cell is basically a diode with a large surface area. അപ്പോൾ ഡയോഡ് നമുക്കറിയുന്നുണ്ടാവും, നമ്മുടെ ആക്ച്വലി സോളാർ സെൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡയോഡ് തന്നെയാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സൺലൈറ്റ് വരുന്ന ഇപ്പോൾ ഇങ്ങനൊരു ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സോളാർ സെൽ ഉള്ളത്. അതായത് പിയും എന്നും തമ്മിൽ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്, നടുക്കായിട്ട് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സോളാർ സെൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുന്ന കേസാണ് നെക്സ്റ്റ് പറയുന്നത്. വെൻ ലൈറ്റ് മീൻ ഫോട്ടോൺസ് ഫ്രം ദ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ എൻ ടൈപ്പ്, അതായത് എൻ ടൈപ്പ് ആണ് മുകളിലുള്ളത്. സോ എൻ ടൈപ്പിലൂടെ കടന്ന് നമ്മുടെ സൺലൈറ്റ് ഈ ഡിപ്ലീഷൻ റീജിയനിലോട്ട് വരുന്ന വാക്കാണ് നെക്സ്റ്റ് പറയുന്നത്. വെൻ ലൈറ്റ് falls on the n-type surface of the solar cell, the photons penetrate and reach the p-n junction. നമ്മുടെ ലൈറ്റ്
ട്രാവൽ ചെയ്ത് സോളാർ പാനലിലെ എൻഡ് സൈഡിൽ ടച്ച് ചെയ്ത് നമ്മുടെ അതിലൂടെ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജംഗ്ഷൻ എത്തി. ദ ഫോട്ടോൺ ഹാവ് ഇനഫ് എനർജി ടു നോക്ക് ദ ലൂസ് ഇലക്ട്രോൺ ദാറ്റ് ആർ വീക്ക്ലി bound in the doped region, especially the electrons associated with the boron created holes. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഇലക്ട്രോൺസ് നമ്മുടെ ബോറോണിലെ ഹോൾസ് ആയിട്ട് നമ്മളെ ബോറോണിലെ ഹോളിൽ നമ്മുടെ എൻ ടൈപ്പിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഇലക്ട്രോൺസ് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇരിക്കുന്ന ഇലക്ട്രോണിലേക്ക് നമ്മുടെ സൺലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോൺസ് ക്യാരി ചെയ്യുന്ന എനർജി ആ ഇലക്ട്രോൺസിന് കൊടുക്കും. അപ്പോൾ ആ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും? അവർ ആ ഒരു സ്പേസിൽ നിന്ന് ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദീസ് ഇലക്ട്രോൺസ് ആർ പുൾഡ് ബൈ ദ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് എൻ ടൈപ്പ്. അപ്പോൾ ഈ വരുന്ന ഫോട്ടോൺസ് ഈ പറയുന്ന ഇലക്ട്രോൺസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് മൂവ് ചെയ്യുകയും ഈ ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രസൻസ് കാരണം അത് എൻ ടൈപ്പിൻ്റെ മുകളിലോട്ട് റീജിയനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ആയിട്ട് അത് മുകളിലോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദീസ് ഇലക്ട്രോൺസ് ആർ പുൾഡ് ബൈ ദ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ എൻ ടൈപ്പ് ആൻഡ് ദേ മൂവ് അപ്പ് ടുവേർഡ്സ് ദ ടോപ്പ് കോണ്ടാക്ട് ഓഫ് ദ സോളാർ സെൽ. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ സൺലൈറ്റ് നമ്മുടെ എൻ സൈഡിലേക്ക് നമ്മുടെ സൺലൈറ്റ് വരുമ്പോൾ നമ്മുടെ എൻ ടൈപ്പ് സൈഡിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ജംഗ്ഷനിലോട്ട് എത്തും. അവിടെ ഓൾറെഡി ബോറോണിൻ്റെ ഹോളിലോട്ട് വന്നിരുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസ് ആണ് തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ സൺലൈറ്റ് മൂലം ടച്ച് ചെയ്തിട്ട് ഏറ്റവും എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ സൺലൈറ്റ് വന്ന് അല്ലെങ്കിൽ ഫോട്ടോൺസ് വന്ന് പതിക്കുകയും ആ ഇലക്ട്രോൺസ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവുകയും ചെയ്യും. ആ ഡിസ്പ്ലേസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് മൂലം അത് അവിടുന്ന് മാറി താഴോട്ടൊരിക്കലും പോവില്ല. നമ്മൾ പറയാൻ കാരണം എന്താ? താഴോട്ടുള്ള മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. ഓൺലി താഴേന്ന് മുകളിലേക്ക് മാത്രമേ മൂവ്മെൻറ്റ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റിമൂവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് നമ്മുടെ എൻ ടൈപ്പിൻ്റെ മുകളിലോട്ട് ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കാരണം മൂവ് ചെയ്യും. ഓക്കെ, ദീസ് ഇലക്ട്രോൺസ് ആർ ദെൻ പുൾഡ് ബൈ ദ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ എൻ ടൈപ്പ് ആൻഡ് ദേ മൂവ് അപ്വേർഡ്സ് ടുവേർഡ്സ് ദ കോണ്ടാക്ട് ഓഫ് ദ സോളാർ സെൽ. ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്, അത് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ പറയാം. അപ്പോൾ ഈ റിമൂവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എൻ ടൈപ്പിൻ്റെ മുകളിലത്തെ ഭാഗത്തോട്ട് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. The holes left behind has a tendency to accept the another electrons. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ബോറോണിൻ്റെ അവിടുത്തെ ഹോള് വീണ്ടും അല്ലെങ്കിൽ ആ ഹോള് ഇപ്പോൾ ഇലക്ട്രോൺ അവിടുന്ന് റിമൂവ് ആയിട്ട് മുകളിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഹോൾ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹോളിന് ഒരു ടെൻഡൻസി ഉണ്ടാവും, മുകളിൽ നിന്ന് ഏതെങ്കിലും ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് നടക്കില്ല. കാരണം എന്താണ്? നമ്മുടെ ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിനൊരിക്കലും സമ്മതിക്കില്ല. ദ ഹോൾ ലെഫ്റ്റ് ബിഹൈൻഡ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് അനദർ ഇലക്ട്രോൺ. ഹൗവർ ദ ഇലക്ട്രിക് ഫീൽഡ് പ്രിവെന്റ് ദ ഇലക്ട്രോൺ ഫ്രം ദ എൻ ടൈപ്പ് സൈഡ് ഫ്രം മൂവിങ് ബാക്ക് ടുവേർഡ്സ് ദ ജംഗ്ഷൻ. ഒരിക്കലും എൻ ടൈപ്പിൽ നിന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ട് ഇലക്ട്രിക് ഫീൽഡുള്ള കാരണം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യില്ല. ഇൻസ്റ്റെഡ് an electron from deeper in the p-type region move to fill the hole. In this way the p-n junction balance is restored again. അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഹോളിനെ നമ്മൾ ഒരിക്കലും മുകളിലത്തെ എൻ ടൈപ്പിലത്തെ ഇലക്ട്രോൺസ് ഒരിക്കലും വന്ന് ഫില്ലാവില്ല. ഓക്കെ, കാരണം ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ ഉള്ള ലോക്കലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. പക്ഷേ പി ടൈപ്പിൽ തന്നെ ഒരുപാട് താഴെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? താഴെയുള്ള പി ടൈപ്പിലെ തന്നെ ഇലക്ട്രോൺസ് ഈ പറയുന്ന ഹോൾസിലോട്ട് വന്ന് ഇരിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പി ടൈപ്പിലെ ഇലക്ട്രോൺസ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ വേറൊരു ഹോൾ ക്രിയേറ്റ് ആവുന്നു. ഒരു ഇലക്ട്രോൺ അതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് ഇരിക്കുമ്പോൾ അത് ആദ്യം ഉണ്ടാവുന്ന സ്ഥലത്ത് ഹോൾ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഹോള് നമുക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഇവിടെ തന്നെയാണ് സംഭവിക്കുന്നത്.
ലൈറ്റ് റേസ് വന്ന് ടച്ച് ചെയ്ത് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് നമ്മുടെ എൻ സൈഡിലോട്ട് വിടുമ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ടുണ്ടാവുന്ന ഹോൾസിനെ നികത്താൻ വേണ്ടിയിട്ട് പി ടൈപ്പിലെ തന്നെ ഇന്നറായിട്ടുള്ള ഇലക്ട്രോൺസിനെ വെച്ചിട്ട് അവർ ആ ഹോൾസ് ഫില്ല് ചെയ്യണം. അപ്പോൾ പകരം വേറൊരു ഹോള് ക്രിയേറ്റ് ആവണം. പക്ഷെ ആ ജംഗ്ഷനിൽ അവിടുത്തെ പി എൻ ജംഗ്ഷൻ അവിടെ വീണ്ടും റീസ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ അവിടുത്തെ കണ്ടീഷൻ വീണ്ടും പഴയ പോലെ തന്നെ ആവും. ഇതിപ്പോൾ നമുക്കറിയാം അറ്റ് എ ടൈമിൽ ഒരുപാട് മില്യൺസ് ഓഫ് ഫോട്ടോൺസ് ആണ് വന്നു വീഴുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോണിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ അറ്റ് എ ടൈം ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഒരുമിച്ച് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ മില്യൺസ് ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്ക് ദ സെൽ കണ്ടിന്യൂസ്ലി. സോ ദിസ് പ്രോസസ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ എന്തുണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് തന്നെ നമ്മൾ കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ നടക്കുന്ന പോലെ ചിന്തിക്കുക. അതായത് ഫോട്ടോൺസ്, കണ്ടമാനം ഫോട്ടോൺസ് നോഡിൽ നിന്ന് എൻ ടൈപ്പിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് ജംഗ്ഷനിലോട്ട് വരികയാണ്. ആ ജംഗ്ഷനിലുള്ള വീക്കിലി ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അത് ഹിറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യുമ്പോൾ അവിടുന്ന് റിമൂവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ പറയുന്ന ലോക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി കൊണ്ട് അത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് അത് ഇലക്ട്രോൺസ് മുകളിലോട്ട് പോകും. അതുപോലെ ഇലക്ട്രോൺസ് മുകളിലോട്ട് പോയിട്ട് മുകളിൽ ഇങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ, ഈ ഒരു പോർഷനിൽ കുറേ ഇലക്ട്രോൺസ് വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു ടൈം ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു പോർഷൻ ഒരു നെഗറ്റീവ് റീജിയനായിട്ട് മാറുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഹോൾസ് നികത്താൻ വേണ്ടിയിട്ട് പി ടൈപ്പിലെ തന്നെ ഇന്നർ ആയിട്ടുള്ള റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസിനെ നമ്മൾ ഈ പറയുന്ന ജംഗ്ഷനിലോട്ട് കുറേ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്താവും, താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ഉള്ളിലത്തെ റീജിയനിൽ എന്തുണ്ടാവും, ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ പി ടൈപ്പിലും എൻ ടൈപ്പിലും പി ടൈപ്പിലെ താഴ്ഭാഗത്തൊക്കെ ധാരാളം ഹോൾസ് ക്രിയേറ്റ് ആവുകയും അവിടെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യാനും, അതുപോലെ എൻ ടൈപ്പിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുകയും അവിടെ നമ്മുടെ ഇലക്ട്രോൺസ് കുറേ ഉള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ മില്യൺസ് ഓഫ് ഫോട്ടോൺസ് സ്ട്രൈക്ക് ദ സോളാർ സെൽ കണ്ടിന്യൂസ്ലി. സോ ദിസ് പ്രോസസ് keeps repeating again and again. As more electrons are removed from p-type region, it becomes positively charged. At the same time, the n-type region gains the extra electrons and become negatively charged. So, നമ്മുടെ ഈ ഒരു റീജിയൻ നെഗറ്റീവ് ചാർജും താഴെ region പോസിറ്റീവ് ചാർജ് ആയിട്ട്. Okay, when these extra electrons are collected externally through aluminum strips and wires and then connected to the p side, the electrons begin to flow through external circuits. This flow of electricity is what we call electricity. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് എന്ത് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് സൈഡിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ഇലക്ട്രിസിറ്റി ഇവിടുന്ന് ഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ ഹോൾസിനെ ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇങ്ങനൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു മൂവ്മെൻറ്റ് സാധ്യമല്ല എന്നുള്ളൂ. അതായത് ഈ ഒരു റീജിയണിൽ നിന്ന് താഴോട്ടേക്ക് ആണ് ശരിക്കും വരേണ്ടതെങ്കിലും ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സമ്മതിക്കില്ല. പക്ഷേ നമുക്ക് എക്സ്റ്റേണലി ഇതേപോലെ ഒരു സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സോളാർ സെല്ലിൻ്റെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ബൾബ് വയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു ബൾബ് കൊടുക്കുകയാണെങ്കിൽ ഈ ബൾബ് നമ്മുടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് നമുക്ക് ആ ബൾബ് കത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, when these extra electrons are collected externally through an aluminum strips and wires, then connected to the p side. ആ p side എന്ന് പറഞ്ഞാൽ അടിയിലത്തെ സൈഡ്. ഓക്കെ, p സൈഡിലോട്ട് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ബിഗിൻ ടു ഫ്ലോ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ദിസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് വാട്ട് വി കോൾ ഇലക്ട്രിസിറ്റി. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് പറയുന്നത്. A path is created for electrons from n side to move towards the p side through the external. അതായത് ഒരു പാത്ത് എൻ ടൈപ്പിൽ നിന്ന് പി ടൈപ്പിലോട്ട് നമ്മളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പാത്തിലൂടെയാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കിട്ടുന്ന ജനറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രിസിറ്റി ഡി സി ആയിരിക്കും. ഓക്കെ, ദിസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് സൺലൈറ്റ് ഷൈൻസ് ഓൺ ദ സോളാർ സെൽ പ്രൊഡ്യൂസിങ് എ കണ്ടിന്യൂസ് ഡി സി കറണ്ട്. നമുക്കറിയാം ഇത് എത്ര നേരം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺലൈറ്റ് എത്ര നേരം ഉണ്ടാവുമോ അത്ര നേരം തന്നെ ഈ സംഭവം വർക്ക് ചെയ്യും. ഈ സൺലൈറ്റ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന ഈ ഫിനോമിനി നിൽക്കും. സൺലൈറ്റ് തന്നെ വേണമെന്നില്ല, ഈ ഫോട്ടോൺസിന് അതേ എനർജിയുള്ള ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സ് നടക്കും. ബൈ കണക്ടിങ് ദ സോളാർ സെൽ ഇൻ ടു എക്സ്റ്റേണൽ ലോഡ് സച്ച് ആസ് ലൈറ്റ്, ബൾബ് ഓർ മോട്ടർ, ദ electrical energy can be used to useful work. Thus, the solar cell converts sunlight directly into electricity using the photovoltaic effect, providing a clean and renewable source of energy. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സോളാർ സെൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് പാർട്സും കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സോളാർ സെല്ല് എന്ന് പറയുന്നത് ഒരു സോളാർ ഫുൾ പാനലിൻ്റെ ഒരു കുഞ്ഞു ഭാഗമാണ് സോളാർ സെല്ല്. ഈ ഒരുപാട് സോളാർ സെല്ല് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സോളാർ പാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം, പാരലായിട്ട് അറേഞ്ച് ചെയ്യാം. അത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ഇപ്പോൾ പാരലായിട്ടാണ് സീരീസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ കറണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നേരെ തിരിച്ചാണ് പാരലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ സീരീസിൻ്റെയും പാരലലിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്നാണ് എന്ത്? മെറ്റൽ ഫിംഗേഴ്സ്. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇങ്ങനെ പോയിട്ടുള്ള സംഭവങ്ങൾ, അതായത് തിന്നായിട്ടുള്ള ലൈൻസ് ഓൺ ദ മെറ്റൽ ഓൺ ദ ടോപ്പ് സർഫേസ് ഓഫ് ദ സോളാർ സെൽ. ഇപ്പോൾ നിങ്ങൾ സോളാർ സെല്ലിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തിൻ ലൈൻസ് പോയിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ മെറ്റൽ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ദേ അലൗ ദ സൺലൈറ്റ് ടു പാസ് ത്രൂ വൈൽ ഓൾസോ കളക്ട് ദ ഇലക്ട്രോൺസ് ഫ്രം ദ എൻ ടൈപ്പ് ലെയർ. ദീസ് ആർ ഓഫൻ കോൾഡ് ആസ് ഫിംഗേഴ്സ്. ഈ ഇലക്ട്രോൺസ് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്ന ഒരു നാരോ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് എന്ത്? മെറ്റൽ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? ബസ് ബാർ. ബസ് ബാർ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള തിക്കായിട്ടുള്ള മെറ്റൽ സ്ട്രിപ്സിനെയാണ് നമ്മൾ ബസ് ബാർ എന്ന് പറയുന്നത്. ദേ ക്യാരി ദ കളക്റ്റഡ് ഇലക്ട്രോൺസ് ഫ്രം ദ ഫിംഗേഴ്സ് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഞാൻ പറഞ്ഞു ഫിംഗേഴ്സിൽ നമ്മുടെ എൻ ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനാണ് ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ഫിംഗേഴ്സിൽ കളക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ ക്യാരി ചെയ്യാനായിട്ടാണ് നമ്മൾ ബസ് ബാർസ് ഉപയോഗിക്കുന്നത്. തിക്കായിട്ടുള്ള മെറ്റൽ സ്ട്രിപ്സ് ആണ്, അത് നമ്മുടെ ഫിംഗേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് സിൽവർ ഓർ അതർ കണ്ടക്റ്റീവ് ഡിവൈസ്. മെയിൻലി സിൽവറോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബസ് ബാർസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബാക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോൺസിനെ എടുത്തിട്ട് എക്സ്റ്റേണലി നമ്മൾ പി ടൈപ്പിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പി ടൈപ്പിൻ്റെ അവിടുത്തെ മെറ്റീരിയൽ അല്ലെങ്കിൽ അടിയിലത്തെ കോണ്ടാക്റ്റിനാണ് നമ്മൾ ബാക്ക് കോണ്ടാക്ട് അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പ് എന്ന് പറയുന്നത്. എ കണ്ടക്റ്റീവ് ലെയർ അറ്റ് ദ ബാക്ക് ഓഫ് ദ സോളാർ സെൽ. സോളാർ സെല്ലിൻ്റെ അടിയിലത്തെ ലെയറിനെയാണ് നമ്മൾ അല്ലെങ്കിൽ പി ടൈപ്പിൻ്റെ ആ വിഭാഗത്തിനെയാണ് നമ്മൾ ബാക്ക് സ്ട്രിപ്പ് അല്ലെങ്കിൽ ബാക്ക് കോണ്ടാക്ട് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്സ് ദ സർക്യൂട്ട് ബൈ അലൗവിങ് ദ ഇലക്ട്രോൺസ് ടു ഫ്ലോ ബാക്ക് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോൺസ് ഇവിടുന്ന് ബസ് ബാർ ത്രൂ ഇവിടെ ഇങ്ങനെ ബസ് ബാർസ് ഉണ്ടാവും. ഈ ബസ് ബാറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ ലോഡ് കയറി പിന്നെ തിരിച്ച് വീണ്ടും പി സൈഡിലോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ പി സൈഡിലോട്ട് നമ്മൾ
കൊടുക്കുന്ന ആ കോണ്ടാക്റ്റിനെ നമ്മൾ ബാക്ക് കോണ്ടാക്ട് എന്ന് പറയും. ഈ ഒരു നമ്മുടെ സോളാർ പാനലിൻ്റെ അടിയിലുള്ള ഒരു പോർഷനാണ് നമ്മൾ ബാക്ക് കോണ്ടാക്ട് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്നാണ് ഗ്ലാസ് കവർ, ട്രാൻസ്പെറൻറ്റ് കവർ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ സോളാർ സെൽ ഫ്രം ഡസ്റ്റ് ആൻഡ് ഡസ്റ്റ്. നമുക്കറിയാം ഒരു നമ്മുടെ സോളാർ സെല്ലിനെ ഡസ്റ്റിൽ നിന്നും മറ്റ് പൊടി മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്ലാസ് കവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോളാർ സെല്ലിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അതുപോലെ ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഇപ്പോൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ദ വാലൻസ് ബാൻഡ് ഇസ് ദ എനർജി ലെവൽ ഇൻ എ സോളിഡ് വെർ ഇലക്ട്രോൺസ് ആർ നോർമലി പ്രസന്റ്. These electrons are bound to atom and cannot move freely, so they cannot conduct electricity. അതായത് നമ്മുടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തിയാൽ മാത്രമാണ് മൂവ്മെൻറ്റ് സാധ്യമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബാൻഡ് ഗ്യാപ്പ് ഇസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ്. എ ഫോട്ടോൺ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ദിസ് എനർജി to move the electron from the valence band to conduction band. Okay, അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തിക്കാനുള്ള എനർജി മിനിമം അതിനുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സംഭവം ഫിനോമിന നടക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ സിലിക്കണിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സോ നമ്മുടെ സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ സെല്ലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. സോ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കി മനസ്സിലാവും എൻ ടൈപ്പാണ് ആദ്യം, പിന്നെ ജംഗ്ഷൻ, പിന്നെ പി ടൈപ്പ്. ഓക്കെ, ഇത് കൂടാതെ ഈ പറഞ്ഞ പോലെ ബസ് ബാർസും ഫിംഗേഴ്സും, പിന്നെ താഴെ അലൂമിനിയം സ്ട്രിപ്പ് അല്ലെങ്കിൽ ബാക്ക് കോണ്ടാക്റ്റും. ആൻഡ് നമ്മൾ എൻ ടൈപ്പിൽ നിന്ന് ഇലക്ട്രോൺസിനെ പി ടൈപ്പിലോട്ട് കടത്തിവിടുന്നതാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആണ്. സോ വർക്കിംഗ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.